നമസ്കാരം, ജേണി ഓഫ് ജയരാജിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കോഴിക്കോടിൻ്റെ സ്വന്തം എന്ന് പറയാവുന്ന ഒരുപാട് ക്ലബ്ബുകളുണ്ട്, മ്യൂസിക് ക്ലബ്ബുകളുണ്ട്. അവിടെയൊക്കെ മേഫിൽ നടക്കാറുണ്ട്. ഇന്ന് നമ്മൾ ഹബീബ്സ് ക്ലബ്. ഹബീബ് ഒരു ഫർണിച്ചർ ഡിസൈനറാണ്. ഹബീബിൻ്റെ ഹോബിയാണ് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ മേഫിൽ ഒന്നിക്കുക, അല്ലെങ്കിൽ കൂട്ടുചേർന്ന് മേഫിൽ ഒരുക്കുക. എൻ്റെ പുതിയ സിനിമ മെഹ്ഫിൽ എന്ന സിനിമയ്ക്ക് ഞാൻ ഹബീബിനാണ് സമീപിച്ചത്. എനിക്കൊരു ഡിഫറെൻ്റ് ആയിട്ടൊരു സിംഗർ വേണം. അങ്ങനെ ഹബീബ് സജസ്റ്റ് ചെയ്തതാണ് കോഴിക്കോടിൻ്റെ മുസ്തഫ മാത്തോട്ടം. മുസ്തഫ ഹാർമോണിസ്റ്റാണ്, പക്ഷേ ബാബുക്കയുടെ എല്ലാ പാട്ടുകളും മനോഹരമായിട്ട് പാടും. ഇന്ന് നമുക്കവരെ പരിചയപ്പെടാം. ഈ മെഹ്ഫിൽ സിനിമയുടെ ആത്മാവാണ് മുസ്തഫയുടെ ശബ്ദം. നമുക്ക് കേൾക്കാം. മുസ്തഫ, എന്താ പറയാണെങ്കിൽ വാക്കുകളില്ല. ബാബുക്കനെ കണ്ടിട്ടേ ഉള്ളൂ, അങ്കിളുടെ വീട്ടിൽ നിന്ന് കണ്ടിട്ടേ ഉള്ളൂ, കേട്ടിയുടെ വീട്ടിൽ നിന്ന്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞു, ഞാൻ മരിച്ചു പോയ പാട്ട് ഈ ദുനിയാവിലുണ്ടാവുമല്ലോ അന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ പറയല്ലേ, ഒരു പാട്ട് ഇവിടെ ഉണ്ടാവും. മുസ്തഫ മാത്തോട്ടം അല്ലേ, അങ്ങനെ പറയുമ്പോഴാണല്ലോ അറിയുന്നത്. മുസ്തഫ ഒരുപാട് മേഫിലുകൾ അല്ലേ, ഓർമ്മയിൽ കുറേ അധികം മേഫിലുകൾ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ, അല്ലെങ്കിൽ ഹബീബ് പറഞ്ഞിട്ട് മെഹ്ഫിൽ സിനിമയിൽ ഒരു പാട്ട് പാടാൻ അല്ലെങ്കിൽ ഒരു മെഹ്ഫിൽ അവതരിപ്പിക്കാൻ അവസരം കിട്ടിയപ്പം എന്താണ് തോന്നിയത്? എന്താ പറയാണെങ്കിൽ വാക്കുകളില്ല. അപ്പോൾ ഹബീബിൻ്റെ റൂമിൽ മാസം ഒരു 3 പ്രാവശ്യമെങ്കിലും ഇവിടെ നമ്മൾ കൂടെ വരും. അപ്പോൾ ഹബീബ്, ഞാൻ ബാബുക്കൻ്റെ പാട്ട് പാടുന്നത് ഹബീബിന് അറിയാം. അപ്പോൾ ബാബുക്കൻ്റെ പാട്ടുകളാണ്, ബാബുക്ക് പാടിയ പാട്ടുകളാണ് കൂടുതൽ കേൾക്കാറ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബാബുക്കൻ്റെ ആ സ്റ്റൈല്. അപ്പോൾ അത് ആ സ്റ്റൈല് ഞാൻ കൊണ്ടുവരില്ല, ഒരു പ്രാവശ്യം ഞാൻ പാട്ട് കേൾക്കുള്ളൂ. പക്ഷെ എനിക്ക് ആ സ്റ്റൈല് എങ്ങനെ വന്നോന്നൊന്നും എനിക്കറിയില്ല. ഞാൻ പാടാറുണ്ട്, അവരോട് പറയും ബാബുക്കൻ്റെ സ്റ്റൈലാണ് പാടുന്നത്. നമുക്ക് ആദ്യം ബാബുക്കൻ്റെ സ്റ്റൈലും കേൾക്കാം അല്ലേ? അങ്ങനെയാണെങ്കിൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു ബാബുക്കൻ്റെ പാട്ട്, അതിൻ്റെ സ്റ്റൈല്. കണ്ണീരും സ്വപ്നങ്ങളും വിൽക്കുവാനായി വന്നവൻ ഞാൻ, ഇന്നോ നിന്റെ മന്ദിരത്തിൽ സുന്ദരമാം ഗോപുരത്തിൽ കണ്ണീരും സ്വപ്നങ്ങളും വിൽക്കുവാനായി വന്നവൻ ഞാൻ, ഇന്നോ നിന്റെ മന്ദിരത്തിൽ സുന്ദരമാം ഗോപുരത്തിൽ കണ്ണീരും സ്വപ്നങ്ങളും. കറക്റ്റ്, എക്സാക്ട്ലി അല്ലേ? ബാബുക്ക പാടുന്ന പോലെ തന്നെ അല്ലേ? ബാബുക്കയുടെ കമ്പോസിങ്ങിൻ്റെ സമയത്ത് ബാബുക്ക പാടുന്ന പോലെ തന്നെ ഞാൻ കേട്ടിട്ടുണ്ട്. നേരിട്ട് അനുഭവിച്ചിട്ടില്ല, പക്ഷേ ഞാൻ കേട്ടിട്ടുണ്ട് ബാബുക്ക കമ്പോസ് ചെയ്യുന്നത് രാജുവേട്ടൻ്റെ വീട്ടിൽ നിന്ന്. അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ. ഞാൻ ബാബുക്കനെ കണ്ടിട്ടേ ഉള്ളൂ. ആണോ? അങ്കിളുടെ വീട്ടിൽ നിന്ന് കണ്ടിട്ടേ ഉള്ളൂ, കേറ്റിയുടെ വീട്ടിൽ നിന്ന്. ഓ, അതെ, കേറ്റിയുടെ മരുമാനമാണ് അല്ലേ? കേറ്റി മുഹമ്മദ് എന്ന് പറയുന്ന വലിയൊരു കലാകാരൻ. അദ്ദേഹം കേരളം കണ്ടിട്ടുള്ള നാടകത്തിൻ്റെ ഒരു ഉസ്താദ് എന്ന് പറയാം അല്ലേ? അപ്പം കേറ്റി ആയിട്ടുള്ള, അല്ല, ചെറുപ്പകാലം തൊട്ട് കേറ്റിയുടെ നാടകവും അതിൻ്റെ പരിസരമായിട്ട് ഇങ്ങനെ. കേറ്റിയുടെ അന്ന് വീട്ടിൽ നമ്മൾ എല്ലാവരും തറവാടാണല്ലോ, ഇവിടെ എല്ലാവരും അവിടെ കൂടാറുണ്ട്. നാടകം റിഹേഴ്സൽ കാണും, അവിടെ അടുത്തിട്ടാണ്. അവിടെ തന്നെ ഷെഡ് കെട്ടിയിട്ട് അവിടെ തന്നെയാണ് നാടക റിഹേഴ്സലും പാട്ട് റിഹേഴ്സലും എല്ലാം അവിടെ തന്നെയാണ്. അങ്ങനെ അവിടെ പോയിട്ട്, അപ്പം അന്ന് അത്ര വലിയ ഒരു പാടുന്ന ഒന്നും അറിയില്ല, അങ്കിളൊന്നും ഞാൻ പാടുന്ന അറിയില്ല. അന്നത്തെ ഓർമ്മയില് കേറ്റിയുടെ ഒരു നാടകഗാനം, വളരെ പ്രശസ്തമായിട്ടുള്ളൊരു നാടകഗാനം ഒന്ന് പാടാം. കേട്ടിരിക്കുന്ന കൂട്ടരെ ഏറ്റുപാടാൻ പാടിയിട്ടില്ലെങ്കിലും കൈ താളമിട്ട് രസിച്ചൂടെ. കേട്ടിരിക്കുന്ന കൂട്ടരെ ഏറ്റുപാടാൻ
പാടിയിട്ടില്ലെങ്കിലും കൈ താളം തുരസിച്ചൂടെ കേട്ടിരിക്കണ കൂട്ടരെ കേട്ടുപാടാനൊക്കൂലേ കേട്ടിരിക്കണ കൂട്ടരെ കേട്ടുപാടാനൊക്കൂലേ താളമിട്ട് പാടിയിട്ടില്ലെങ്കിലും കൈ താളമിട്ടു രസിച്ചൂടെ കേട്ടിരിക്കണ കൂട്ടരെ കേട്ടുപാടാൻ മിന്നുന്നതല്ല പൊന്നല്ല എല്ലാ പെണ്ണും പെണ്ണല്ല മിന്നുന്നതെല്ലാം പൊന്നല്ല എല്ലാ പെണ്ണും പെണ്ണല്ല പെണ്ണിലും പെണ്ണായ പെണ്ണിനെ കണ്ടാൽ പിന്നെ മറക്കൂല കേട്ടിരിക്കുന്ന കൂട്ടരെ കേട്ടുപാടാൻ നോക്കൂലേ പാടിയിട്ടില്ലെങ്കിലും കൈ താളമിട്ട് രസിച്ചൂടെ കേട്ടിരിക്കുന്ന കൂട്ടരെ കേട്ടുപാടാൻ നോക്കൂലേ. ഇപ്പൊ ഇറങ്ങിയാൽ ഈ പാട്ട് ഭയങ്കര ഹിറ്റായിരിക്കും. അതെ, നല്ല ഭംഗിയുണ്ട്. എങ്ങനെ ഹബീബ് പരിചയപ്പെട്ട, അല്ലെങ്കിൽ ഹബീബ് ആദ്യം കാണുന്നത്? ഞാൻ ബാലുവിന്റെ കൂട്ടുകാരനാണ്. ബാലുവിന്റെ രീതിയിലാണ് ഞാൻ മുസ്തഫയെ പരിചയപ്പെടുന്നത്. അപ്പോൾ ബാലു PM താജിന്റെ അനിയാണ്, കെട്ടിന മരുമൻ തന്നെ. അങ്ങനെ മുസ്തഫനെ ബന്ധപ്പെട്ട് മുസ്തഫനെ ഈ അധികം ബാബുക്കാരൻ്റെ പാട്ടുകൾ അധികം പാടാറ്. അല്ല, ആദ്യം ഹബീബ് കേട്ട മുസ്തഫാന്റെ പാട്ട് ഏതാ? ബാലുവിന്റെ പാട്ട്. അപ്പം ഈ ബാബുക്കയുടെ മാത്രമാണോ അതോ മുകേഷിന്റെ ഒക്കെ? മുകേഷിന്റെ പാട്ട് പാടാം. മുകേഷിന്റെ ഉണ്ടല്ലേ? പാട്ട് പാടാറുണ്ട്. അപ്പൊ മുകേഷിന്റെ ഒരെണ്ണം കേൾക്കാം അല്ലേ? आंसू भरी ये जीवन की राह है, कोई उनसे कह दे हमें भूल जाए, आंसू भरी है वादे बुला दे कसम तोड़ दे वो हालत पे अपने हमें छोड़ दे वो आंसू भरी ये जीवन की राह, उनसे कह दे हमें भूल जाए, आंसू भरी है. ഇപ്പൊ മുകേഷിന്റെ കേൾക്കുമ്പോ എക്സാക്ട്ലി മുകേഷ്. ബാബുക്കയുടെ കേട്ടപ്പോ ബാബുക്ക തന്നെ. ഞാൻ പണ്ട് ഇവിടെ ടൗൺ ഹാളിലൊക്കെ മുകേഷ് പങ്കെടുത്തിട്ടുണ്ട്, മുകേഷിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. മുമ്പ് കോഴിക്കോട് മുകേഷിന്റെ പാട്ടാ പാടാറ്. പിന്നെ ഞാൻ ഇവിടുന്ന് വിട്ടു ഗൾഫിലേക്ക് പോയി. ഗൾഫിൽ ബാബുക്കൻ്റെ പാട്ട് പാടിയതിന് ശേഷം പിന്നെ എല്ലാവരും ഗൾഫിൽ നിന്ന് പിന്നെ ബാബുക്കൻ്റെ പാട്ട് പാടിക്കാറുള്ളൂ. അത് പാടിയാൽ മതി എന്ന് പറയും. ഈ ബാബുക്കയുടെയും മുകേഷിന്റെ അല്ലാതെ റഫീ സാബിന്റെ ഏതെങ്കിലും പാടാറുണ്ട്? അപ്പൊ അതുകൂടെ ഒന്ന് പാടാമല്ലോ അല്ലേ? कल रात जिंदगी से मुलाकात हो गई, कल रात जिंदगी से मुलाकात हो गई, लब तरा रहे थे मगर बात हो गई, कल रात जिंदगी से मुलाकात हो गई, एक हुस्न सामने था क़यामत के रूप में, एक ख्वाब जल बघल था हकीकत के रूप में, चेहरा वही गुलाब की
रंगत लिए हुए, नजरे वही ख़याम मोहब्बत लिए हुए, जुल्फ़े वही के जैसे घूंघट शाम का, आंखें वही जिना को धोखा जाम का, कुछ देर को तसल्ली है जज्बात हो गई, हर तरार है मगर बात हो गई, कल रात जिंदगी से मुलाकात हो गई. എത്രാമത്തെ വയസ്സിൽ, ഏത് പ്രായത്തിൽ ഈ മെഹഫിലിനോടുള്ള ഇഷ്ടം തോന്നിയിട്ട് പാടാൻ തുടങ്ങുന്നത്? മെഹഫിലിനോട് ഇഷ്ടം എന്ന് പറഞ്ഞാൽ മെഹഫിലാണല്ലോ പൊതുവെ നമ്മൾ ക്ലബ്ബിൽ ഉണ്ടാകാറുള്ളത്. പഴയ പാട്ടുകൾ പെട്ടി വായിച്ച് പാടുക. ഞാനിപ്പോൾ 46-47 വർഷമായി. ആദ്യം ഹാർമോണിസ്റ്റായിട്ടായിരുന്നു? ഹാർമോണിസ്റ്റായിട്ടല്ല, ആദ്യം പാടലായിരുന്നു. അങ്ങനെ പാടി. പിന്നെ ക്ലബ്ബിൽ ഹാർമോണിസ്റ്റ് ഉണ്ടാവില്ല, അത് വളരെ റെയറാണ്. ഹാർമോണിസ്റ്റ് വായിക്കുന്ന ആൾ കുറവാണ്. അങ്ങനെ പെട്ടി എങ്ങനെയെങ്കിലും ഒന്ന് പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അത് എങ്ങനെ സാധിച്ചു. ഇപ്പോൾ ഞാൻ പാടുന്ന എല്ലാ പാട്ടും ഞാൻ വായിച്ചിട്ട് തന്നെ പാടും. 6 പാട്ടാണെങ്കിലും ഇനി സെമി പാട്ടുകളാണെങ്കിലും എല്ലാം ഞാൻ വായിച്ചിട്ട് തന്നെ പാടും. ഇപ്പോൾ ഏകദേശം എത്ര മെഹഫിലുകൾ പങ്കെടുത്തിട്ടുണ്ടാവും? അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ മെഹഫിൽ ഇപ്പം ഈ കഴിഞ്ഞ ആഴ്ച 2 പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഒക്കെ മെഹഫിൽ തന്നെയായിരുന്നു. അപ്പോൾ ബാവുക്കൻ്റെ പാട്ടാണ് ആവശ്യപ്പെടുക എല്ലാവരും. അധികം പേരും ബാവുക്കൻ്റെ പാട്ട്. ഈ യൂട്യൂബിൽ എൻ്റെ കുറച്ച് പാട്ടുകളുടെ ബാവുക്കൻ്റെ അങ്ങനെ പാട്ടിട്ട്. ഇപ്പോൾ അടുത്ത് പിന്നെ പാലക്കാട് നിന്ന് ഒരു ഡോക്ടറിനെ വിളിച്ചു. എൻ്റെ നമ്പർ ഒരു ഡോക്ടർ ഷക്കീൽ ഡോക്ടർ കൊടുക്കുള്ള ഷക്കീൽ ഡോക്ടറോട് നമ്പർ വാങ്ങി ഡോക്ടർ എന്നെ വിളിച്ചു. ആ പ്രോഗ്രാം ഞാൻ ചെയ്തു. ബാവുക്കൻ്റെ പാട്ട് മാത്രം മതി എന്ന് പറഞ്ഞു. 2-3 ഇത് പാടിയിട്ടുണ്ട്. പക്ഷേ ബാവുക്കൻ്റെ പാട്ട് കേട്ടിട്ട് എന്നെ ഡോക്ടർ വിളിക്കുകയാണ്. ദുബായിൽ എത്ര വർഷം ജോലി ചെയ്തു? ദുബായിൽ 27 വർഷം ദുബായിലുണ്ട്. ഓ, അപ്പോൾ അവിടെയും ഇത് തന്നെ മ്യൂസിക് മാത്രമായിരുന്നു, വേറെ വർക്കൊന്നും. മ്യൂസിക് സ്കൂൾ പ്രോഗ്രാം അങ്ങനെയായിരുന്നു. ഇവിടെ ഉള്ളവരും അല്ലെങ്കിൽ ദുബായിലുള്ള നമ്മുടെ ഇവിടുത്തുകാർ തന്നെ കോഴിക്കോടുള്ള ഡിഫറൻസ് എന്താണ് അവരുടെ ആസ്വാദനം? ഇപ്പം നമുക്ക് കോഴിക്കോടുള്ള കൂട്ടായ്മയിലാണ് കൂടുതൽ ഉണ്ടാകാറ്. പിന്നെ ഇപ്പോൾ ബാവുക്കൻ്റെ പാട്ട് ഇഷ്ടപ്പെടാത്തവരില്ലല്ലോ. അപ്പോൾ കൂടുതലും ഈ അവിടെ വെള്ളിയാഴ്ചയാണ് ലീവ്. ഇപ്പം സൺഡേ ആയി ദുബായ്. അപ്പോൾ എല്ലാ വ്യാഴാഴ്ച രാത്രിയും പ്രോഗ്രാം ഉണ്ടാവും. ഒന്നിപ്പോൾ ഒരു പ്രോഗ്രാം ഇല്ലെങ്കിൽ എവിടെയെങ്കിലും റൂമിൻ്റെ ഉള്ളിൽ മെഹഫിൽ ഉണ്ടാവും. അതാണ് അതിൻ്റെ ഒരു ഭംഗി അല്ലേ? ഈ പുതിയ തലമുറയല്ലേ, ഇപ്പോഴത്തെ പുതിയ തലമുറ ഇതിലേക്ക് അല്ലെങ്കിൽ ഇത് ആസ്വദിക്കാൻ വരുന്നുണ്ടോ? ഉണ്ട്. വളരെ മാറ്റമുണ്ട്. ചെറുപ്പക്കാരിലൊക്കെ നല്ല മാറ്റമുണ്ട്. ഒരു ശരിക്കും ഈ കരോക്കയിൽ പോയിട്ടുണ്ടെങ്കിലും കൂടെ അവരും കരോക്കയിൽ റഫീൻ്റെ സോങ്ങാണ് പാടുന്നത്. റഫി മുകേഷ് കൂടുതൽ പാട്ടുകൾ കോഴിക്കോട്ടുകാർ പാടുന്നത്. മുകേഷ് റഫി പിന്നെ ഒക്കെ അടിച്ചുപൊളി പാട്ടുകൾ പാടുന്നുണ്ട്. പക്ഷെ നമുക്ക് ആസ്വദിക്കാം. ഒരു പാട്ടുകൾ മോശമെന്നല്ല പറയണത്, നല്ല പാട്ടുകൾ തന്നെയാണ്. തലത്തിൻ്റെ ഒരു പാട്ട് പാടാം. തലത്തിൻ്റെ ഒരു പാട്ട് പാടാം. ചലത്തെ ഹൈ ജിസ്കേ ലിയേ जलते हैं जिसके लिए तेरी आँखों के दिए ढूंढ लाया हूँ वही गीत में तेरे लिए जलते हैं जिसके लिए दिल में रख लेना इसे हाथों से टूटे न कहीं इतना झुक है मेरा शीशे से भी टूटे न कहीं घुंघराऊंगा यही गीत में तेरे लिए जिसके लिए തലത്ത് പാടുമ്പോൾ തലത്ത് എല്ലാം കറക്റ്റ് അതേപോലെ തന്നെ ഇരിക്കുന്നില്ല. അതേ ഫീൽ ഭയങ്കര എക്സ്പ്രഷൻ.
സമ്മതിക്കണം. വീണ്ടും മേഫിലിലേക്ക് തിരിച്ചു വരാം. മേഫിൽ സിനിമയിലേക്ക് തിരിച്ചു വരാം. സിനിമയിലേക്ക് വരാൻ. അപ്പോൾ എല്ലാവർക്കും കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം നമ്മൾ റെക്കോർഡ് ചെയ്ത് യൂട്യൂബിലുണ്ട് നമ്മുടെ പാട്ടെങ്കിലും ഡയറക്റ്റായിട്ടൊന്ന് പാടി കേൾക്കാൻ അല്ലേ? നൊന്തവർക്കേ നൊന്തവർക്കേ വീണയ്ക്കെന്തറിയാം പാടാനല്ലാതെ, വീണയ്ക്കെന്തറിയാം പാടാനല്ലാതെ, രാഗം പാടാനല്ലാതെ, നൊന്തവർക്കേ നോവറിയൂ, നൊന്തവർക്കേ നോവറിയൂ. വീണയ്ക്കെന്തറിയാം പാടാനല്ലാതെ, വീണയ്ക്കെന്തറിയാം പാടാനല്ലാതെ, രാഗം പാടാനല്ലാതെ, നൊന്തവർക്കേ നോവറിയൂ. മധുമുഖം മധുപൻ മലരിങ്ങും നൊമ്പരമറിയാമോ, മധുമുഖം മധുപൻ മലരിങ്ങും നൊമ്പരമറിയാമോ, മുളയുടെ ചുണ്ടിൽ മുത്തും കാറ്റി, മുളയുടെ ചുണ്ടിൽ മുത്തും കാറ്റി, മുരളികത്തൻ നോവറിയാമോ, നൊന്തവർക്കേ ഹൃദയോ, നൊന്തവർക്കേ തിരയുടെ കഥ തിരകൾക്കറിയാമോ, അല തല്ലിയലയും തിരയുടെ കഥ കരകൾക്കറിയാമോ, വിരഹത്തിൻ അപാര ദുഃഖം, വിരഹത്തിൻ അപാര ദുഃഖം, നിറയും മിഴികൾക്കറിയാമോ, നൊന്തവർക്കേ നോവറിയൂ. ഹൃദയോ, നൊന്തവർക്കേ നോവറിയൂ. വീണയ്ക്കെന്തറിയാം പാടാനല്ലാതെ, വീണയ്ക്കെന്തറിയാം. എന്തായാലും ഈ നമ്മള് റെക്കോർഡ് ചെയ്ത് കേൾക്കുന്നതിനേക്കാളും സുഖമാണ് നേരിട്ട് കേൾക്കാൻ. കാരണം പക്ഷെ അന്ന് ഞാൻ സാറിനോട് അത് പറഞ്ഞില്ലല്ലോ, എനിക്ക് പാടിയിട്ട് തൃപ്തിയായിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ ഇവിടുന്ന് ട്രെയിനിൽ കയറിയിട്ട് അഭിനെ വിളിച്ച് പറഞ്ഞു, ട്രെയിനിൽ കയറിയിട്ട് ആ വേർത്തിട്ട് പോയിട്ട് ഒരു കുളിച്ചിട്ടില്ല, ഒന്ന് നേരെ സ്റ്റുഡിയോയിൽ പോയിട്ട് പാട്ട് പാടുക, എനിക്ക് തീരെ തൃപ്തിയായിട്ടാണല്ലേ. അപ്പം ഞാൻ അഭിനോട് പറഞ്ഞു, എന്നിട്ട് ഇത്ര നന്നായി. ഞാൻ അഭിനെ അപ്പം തന്നെ വിളിച്ച് പറഞ്ഞു, സാറിനോട് ഒന്ന് പറഞ്ഞിട്ട് രണ്ടാമത് പാടാനുള്ളൊരു വൃത്തിയായിട്ട് പാടുക, അല്ലെങ്കിൽ ഇവിടെ എടുത്തിട്ട് അങ്ങോട്ട് അയച്ചു കൊടുക്കുക, അങ്ങനെ ചെയ്തു. സാറ് എന്നോട് വിളിച്ച് പറയുമ്പോൾ
ഇത് മതിയെന്ന് കാരണം അത് തന്നെ മനോഹരമാണ്. നമുക്ക് ഇപ്പൊ കേൾക്കുന്തോറും ഓരോ പ്രാവശ്യം പാടുമ്പോഴും മുസ്തഫയുടെ ക്വാളിറ്റി അതാണ്. കാരണം പിന്നെയും പിന്നെയും അത് നന്നായി വരികയാണ് ഓരോ രീതിയിൽ. ഇപ്പൊ ബാബുക്കയുടെ പാടാണെങ്കിലും ശരി, ഏത് പാട്ടാണെങ്കിലും പറഞ്ഞു. അപ്പൊ എന്നോട് വിളിച്ചു പറഞ്ഞതാണ് വാട്സാപ്പിൽ. നമുക്കൊക്കെ ഇല്ല, ഞങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, മുസ്തഫക്ക് വേണമെങ്കിൽ ഒന്നും കൂടെ പാടാ എന്ന് പറഞ്ഞു. കാരണം ഏറ്റവും വലിയ കലാകാരന്റെ, ഏറ്റവും നല്ല കലാകാരന്റെ, ഏറ്റവും വലിയ കലാകാരന്റെ ഉദാഹരണം ഇത് തന്നെയാണ്. കാരണം നമുക്ക് വീണ്ടും നന്നാക്കണം തോന്നണം, ഇത് മതി, അല്ലെങ്കിൽ ഇത് മനോഹരമായിരിക്കും നമ്മളതിനെ വിശ്വസിച്ചാലേ അവിടെ. അത് അത്ര ആ ട്രെയിനിൽ രാവിലെ ഇവിടുന്ന് കയറി നേരെ സ്റ്റുഡിയോയിൽ എത്തി അപ്പം തന്നെ പാടുക, വേർത്തിട്ട് ഒന്നും പക്ഷെ നന്നായിട്ടുണ്ട്. ഇപ്പൊ ഇന്ന് ജനങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കുറെ കമന്റ്സ് എനിക്ക് തന്നെ വന്നിട്ടുണ്ട്. ഇഷ്ടംപോലെ. അപ്പൊ ഈ മെഹഫിലിന് പോകുമ്പം, സിനിമയിലല്ല അല്ലാതെ പോകുമ്പോഴും ഈ പാട്ട് ആരെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഞാൻ പാടാറുണ്ട്, പ്രോഗ്രാമിൽ പാടാറുണ്ട്. പാട്ട് 2-3 സ്ഥലത്ത് എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതേപോലെ ഞാൻ വടകര ഒരു വടകര ഒരു പ്രോഗ്രാം ഗസലിൽ പോയപ്പോൾ എൻ്റെ പാട്ട് പാടിയ ആളല്ലേ, ഞാൻ ഹാർമോണിയം വായിക്കാനാണ് പോയത്, പാടാൻ പോയതല്ല. പാടുന്നത് 2 പാട്ട് എനിക്ക് പാടാനുണ്ട്, പക്ഷെ പാടുന്ന ആൾ വേറെയാണ്. അപ്പോൾ ഞാൻ ഹാർമോണിയം വായിക്കാൻ പോയതാണ്. അപ്പോൾ എന്നെ കണ്ട ഉടനെ ഡോക്ടർ എൻ്റെ അടുത്ത് വന്നു. എൻ്റെ അടുത്ത് തന്നെ പുറത്ത് ചായ കുടിക്കാൻ പോയപ്പോൾ എൻ്റെ അടുത്ത് വന്നു, പിന്നെ നൊന്തവർക്ക് പാടിയ ഞാൻ തന്നെയാണ് എന്നെ സാറെന്നൊക്കെ വിളിച്ചു പാട്ട്, ഞാൻ തന്നെ ചായ കുടിച്ചു. വളരെ നന്നായിട്ടുണ്ട് പാട്ട്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഡോക്ടറെ പരിപാടി ചെയ്യുന്നത്. ഡോക്ടർമാരുടെ പ്രോഗ്രാം. ഇതിപ്പം ജീവിതത്തിലും ഒരുപാട് ദുഃഖം ഞങ്ങൾ അറിഞ്ഞു അല്ലേ, കോവിഡ് കാലത്ത് അല്ലേ, ഒരു ഭാര്യയെ നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് എനിക്ക് അത്ര ഒന്നും കൂടെ അത് ആ ഒരു ഫീൽ ചെയ്തിട്ട് എനിക്ക് പാടാൻ പറ്റി. അത് ഉള്ളിൽ ആ സമയത്തൊക്കെ ഉണ്ട് എനിക്ക്. ഇപ്പം ഇനി അടുത്ത പ്രോഗ്രാം എവിടെയാണ്? അടുത്ത പ്രോഗ്രാം ഇപ്പോൾ പ്രോഗ്രാംസ് ഒന്നുമില്ല. ഇപ്പം 2 ഇപ്പോൾ ഈ വീക്കിൽ 2 കഴിഞ്ഞു. ഇപ്പൊ സിനിമയിൽ ഇനിയും സജീവമായിട്ട് പാടാനുള്ള ആഗ്രഹമാണോ? ആഗ്രഹം ഇല്ലാതെ ഇരിക്കുക സാറേ. മുസ്തഫയ്ക്ക് പറ്റുന്ന പാട്ടുകൾ അതെ തീർച്ചയായിട്ടും അത് ഈ പറഞ്ഞ പോലെ ഒരുപാട് ഭാവമുള്ളതോ അല്ലെങ്കിൽ ആ തരത്തില് അല്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാനിങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പറയും, ഞാൻ മരിച്ചു പോയാൽ എൻ്റെ ഒരു പാട്ട് ഈ ദുനിയാവിൽ ഉണ്ടാവുമല്ലോ അന്ന് ഞാൻ പറഞ്ഞു, അങ്ങനെ പറയലുണ്ട്. ഒരു പാട്ട് ഇവിടെ ഉണ്ടാവും. ഇതൊക്കെ ഒരു നിമിത്താണ് അബീബിനെ കണ്ടുപിട്ടത്. എങ്ങനെ അതെ. എന്നോട് ഹബീബ് പലപ്പോഴും പറഞ്ഞു, നീ ഒരാളെ പരിചയപ്പെടണം. ഹബീബിനെ വളരെ കറക്റ്റായിട്ടുള്ള ഈ ആൾക്കാരെ ശ്രദ്ധിക്കും, ആസ്വദിക്കുകയും ചെയ്യും, നന്നായിട്ട് ആസ്വദിക്കും. അത്ര ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ഹബീബിലൂടെ അത് വന്നു. അത് ഓരോ നിമിത്താണ്. കാരണം സാധാരണ ബിസിനസ്സിൽ ഒരുപാട് ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് നമ്മൾ ഈ പാട്ടൊക്കെ മറന്ന് വേറെ വഴിക്ക് പോകും. ഹബീബ് എത്ര ടെൻഷൻ വന്നാലും നേരെ ഇവിടെ വന്നിരിക്കും. ടെൻഷൻ വരുമ്പോഴാണ് എന്നെ വിളിക്കുക, എന്താ ഫ്രീ ആണോ എന്ന് ചോദിക്കും. അപ്പൊ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഓർക്കുക തലേന്ന് ഹബീബ് വിളിച്ച് ഇത്രയും ടെൻഷനിലോട് കണക്കാണ്. പല റിസോർട്ടിലും പല ബില്ല് പാസ്സാകാനുണ്ട്, അവിടെ മഴ വന്നിട്ട് ക്ലോസ് ചെയ്ത കേസുണ്ട്. പക്ഷേ ഹബീബിൻ്റെ അവിടെ മെഹഫിൽ നടക്കും. മ്യൂസിക്കിന് അങ്ങനൊന്നും ഉണ്ടല്ലോ, എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും. ഞാൻ അപ്പം അങ്ങനത്തെ മൂടുണ്ടെങ്കിലും ഒരു ക്ലബ്ബിൽ പോയിട്ട് ഒരു 5-6 പാട്ട് പാടും. ഗസൽസ് നല്ല ഒരു സോങ് കിട്ടും. സൈകളുടെ പാട്ടൊന്നും വേണ്ടല്ലോ. സൈക്കിളിനെ ചോദിച്ചോണ്ട് ഒരു പാട്ട് പാടാം, 2 ലൈൻ പാടും. ഇല്ല, സൈക്കിളൊക്കെ നമ്മുടെ ഒന്ന് പാടിയല്ലോ അവിടെ. അതെ, അസുവരിയെ പാടി. ഇനി വേണമെങ്കിൽ 2 വരി സാരംഗ പാടാം. സാരംഗ मधुर तुम्हारे मिलन बिना दिन कटते नहीं है। ओ सारंग तेरी याद में संग तुम्हारे 2 घड़ी बीत गए हो, संग तुम्हारे 2 घड़ी बीत गए जो जल भर के मेरे नैन ये
लेख दुख दे गई, सुख लेख दुख दे गई, वो हकिया तुम ओ सारंग तेरी याद में। ഓ, എനിക്കൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. മധുരി സുൽത്താൻപുരി, അതായത് സൈഗാളിൻ്റെ കൂടെ ഒക്കെ എഴുതിയിട്ടുള്ള ആളാണ്. ഞാൻ പരിചയപ്പെടുന്ന സമയത്ത് 93-94 വയസ്സുണ്ട്. അതായത് ഇന്നില്ല. ഒരു എൻ്റെ നടക്കാതെ പോയൊരു സിനിമയുണ്ട്. കമ്പോസിങ് എല്ലാം കഴിഞ്ഞു, അല്ലെങ്കിൽ റെക്കോർഡിങ് ഒക്കെ കഴിഞ്ഞു. അതിൽ ഒരു പാട്ട് മധുരി സുൽത്താൻപുരിയും വനരാജ് ഭാട്ടിയും ഇവരുണ്ടാവുള്ള ചെയ്തു. അപ്പം അത് അവരുടെ ഒരു ഡെഡിക്കേഷൻ ഞാൻ അന്ന് കണ്ടിട്ടുണ്ട് സ്റ്റുഡിയോയിൽ. ഒരു അക്ഷരത്തിൻ്റെ അല്ല ഒരു വാക്കിൻ്റെ അർത്ഥം മാറാൻ സമ്മതിക്കില്ല. ഇവർ രണ്ടും കൂടെ അതിനകത്ത് കയറിയിട്ട് റെക്കോർഡിങ് സ്റ്റുഡിയോയിൽ ഇരുന്നിട്ട് ഇവർ തമ്മിൽ ഉണ്ടാകുന്ന ആ ഫ്രിക്ഷനും ഒരു പ്രോഡക്റ്റിന് വേണ്ടിയുള്ള ആ പ്രായത്തിൽ 94 വയസ്സിൽ അത് വലിയൊരു ഭാഗ്യമാണ്. അപ്പം ഇവർ ഈ പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ ഓർമ്മ വരുന്ന അവരുടെയൊക്കെ മുഖമാണ്. ഈ ദാസേട്ടൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതാണ്? സാറ് പാടുന്ന പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് പാടാം. സ്വർണ്ണ കണ്ണന്റെ മന്മദ വിനോദ സുന്ദരി വനറാണി സുന്ദരി വനറാണി കൃഷ്ണാവർത്തിൻ്റെ ഭയങ്കര ഫീലാണ് പാട്ടിന്. കണ്ണന്റെ മാറി മലർമാലയാ രാധികേ രാധികേ പാട്ടിന് ഭയങ്കര ഫീലാണ്. അടിപൊളിയിലൊക്കെ ഞാൻ പ്രോഗ്രാം പാടാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി പാട്ട്. അത് ഈ ഫീൽഡ് ഗസലിന്റെ ഫീൽഡ് പാട്ടിനുണ്ട് എക്സ്പ്രഷൻ ഭയങ്കര മാറ്റം. ഏത് പാട്ടും പാടാൻ ഞാനെല്ലാം സാറെ വലിച്ചിട്ടാ പാടാം. എല്ലാ തബലക്കാർക്കും വായിക്കാൻ പറ്റില്ല. ഓൾറെഡി ശരിക്കും പഠിച്ച ആളുകൾക്ക് പഠിച്ച ആൾക്ക് സ്പീഡ് പെട്ടെന്ന് വായിച്ചു പോവുക. സ്ലോ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഞാൻ എല്ലാ പാട്ടുകളും ബാബുക്കളുടെ പാട്ട് എൻ്റെ കൂടെ ഞാൻ അവരുടെ കൂടെ പോകേണ്ടി വരും. എൻ്റെ കൂടെ വന്നാലല്ലേ എനിക്ക് എൻ്റെ ആ ഫീൽ കൊടുത്ത് പാടാൻ പറ്റുള്ളൂ. അങ്ങനെ കുറേ തബലക്കാരുണ്ട് എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നു. നല്ല ഓർക്കസ്ട്ര വായിക്കുന്ന തബലക്കാരൻ ഗൾഫിൽ വരെ എനിക്ക് അനുഭവം ഉണ്ട്. ഞാൻ പറയും ചെയ്യും. നേരെ മറിച്ച് ഒന്നും പഠിക്കാത്ത തബലക്കാരന് കറക്റ്റായിട്ട് ആ എൻ്റെ കൂടെ അങ്ങനെ വരും. അത് വേറൊരു സംഭവം. എന്താ പറഞ്ഞു തരാൻ എനിക്ക് പറ്റുന്നില്ല. എൻ്റെ കൂടെ വന്നാലും എനിക്ക് ആ ഫീൽ ചെയ്ത് പാടാൻ പറ്റുള്ളൂ. അവരെ സ്പീഡായി ഞാൻ അവരുടെ കൂടെ പോകണം. പുതിയ തലമുറയിലെ ഏതെങ്കിലും ഒരു പാട്ടുകാരൻ്റെ പാടുന്ന രീതി അല്ലെ ശൈലി ഇഷ്ടമായിട്ടുണ്ടോ? ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? പുതിയ കുട്ടികൾ എനിക്ക് അങ്ങനെ ഇഷ്ടം അവരെ എൻ്റെ ഒരു ഇത് പറയപ്പോൾ ചെറുകിട ആർട്ടിസ്റ്റുകൾ പാടുന്നത് ഞാൻ പൊതുവേ മൊത്തത്തിൽ അവരെ പാട്ടുകൾ ഞാനിപ്പോൾ കേൾക്കാറില്ല എന്നല്ല, ശ്രദ്ധിക്കാത്തൊരു എന്താന്ന് എനിക്കറിയില്ല. ഞാൻ അതെന്താ അറിയാം, എനിക്ക് അത് കുറേ ആയിട്ട് ഞാൻ പാട്ട് കേൾക്കാറില്ല. ഞാൻ കേൾക്കുകയാണെങ്കിൽ ഈ ബാബുക്കൻ്റെ പാട്ട് ഈ പഴയ മലയാളങ്ങൾ മാത്രമേ. ഇപ്പം സാർ പറഞ്ഞ ഈ പാട്ടുകൾ എനിക്ക് ഇഷ്ടമാണെങ്കിൽ കൂടെ ഞാൻ കേൾക്കും. ഇങ്ങനെ പാട്ട് പാടുമ്പോൾ കേൾക്കാന്നല്ലാതെ മനസ്സിലായി വെച്ചിട്ട് കേൾക്കാറില്ല. നമുക്ക് ബാബുക്കയുടെ ഒരു പാട്ട് പാടാം. കാരണം ഈ നമ്മളുടെ ഈ ഡിസ്കഷൻ ഇഷ്ടപ്പെട്ട പാട്ടുണ്ട് ബാബുക്കൻ്റെ പാട്ട്. അനന്തശയന
അരവിന്ദ നയന അഭയം നീയേ ജനാർദ്ദന അഭയം നീയേ ജനാർദ്ദന ആനന്ദ ശയന അരവിന്ദ നയന അഭയം നീയേ ജനാർദ്ദന അഭയം നീയേ ജനാർദ്ദന. ഇത് മനോഹരമായ ഒരു മേഫിൽ സന്ധ്യ പോലെ തന്നെ ഉണ്ട്. നമ്മളത് ഡിസ്കഷൻ ആണെങ്കിലും ഇപ്പോൾ ജേണി ഓഫ് ജയരാജ് എന്ന് പറയുന്ന എൻ്റെ ഒരു ആഗ്രഹത്തിലുള്ള ഒരു പ്രോഗ്രാം ആണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മേഫിൽ. അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് സുഹൃത്തുക്കളൊക്കെ പാടുക. ഞാൻ കോഴിക്കോട് വരുമ്പോഴും ഹബീബിൻ്റെ അടുത്ത് വരും, എൻ്റെ അപശബ്ദത്തിൽ ഞാനും കൂടെ ചേർന്ന് പാടും. കാരണം ഇതൊരു ഭയങ്കര ഒരു ലോകമാണ്, നമുക്ക് എല്ലാം മറക്കാൻ അല്ലേ. മിക്കവാറും വരാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു ഭാഗ്യമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏത് പാട്ടും മുസ്തഫ പാടിയാൽ അതിന് വേറൊരു ഐഡൻറ്റിറ്റി ഉണ്ട്, സുഖമുണ്ട്. അത് ദൈവം അനുഗ്രഹിച്ചു തന്നതാണ്. അപ്പം എനിക്ക് ഒരു ഭാഗ്യം ഉണ്ടായി മുസ്തഫ എൻ്റെ സിനിമയിൽ പാടി. ഞാൻ അങ്ങനെ എനിക്ക് അതിലും ആ ഭാഗ്യം പറയണമെന്നില്ല. എന്നോടിപ്പോൾ ഈ സാറ് പറഞ്ഞ ഇത് എന്നോട് പലയാളും പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാനൊന്നും ആരോടും പറയുന്നില്ല. സാർ പിന്നെ നേരിട്ട് എന്നോട് മുന്നോട്ട് പറഞ്ഞു, ഏത് പാട്ടും എനിക്ക് ഏത് പാട്ടും വലിച്ചു പാടണം. പക്ഷെ അതാണ് ഭയങ്കര ഫീലാണ്. അതെ, ഭയങ്കര ഫീൽ. എനിക്കിപ്പം എന്ന് മുസ്തഫ വന്നാലും ഇവിടെ നമ്മുടെ മേഫിലിന് വന്നാലും മുസ്തഫയുടെ പാട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. നമ്മൾ കേട്ട പാട്ടുകളൊക്കെ ആണെങ്കിലും പിന്നെയും പിന്നെ ഇങ്ങനെ കേൾക്കാൻ തോന്നുന്നു. അതിന് വേറൊരു എക്സ്പ്രഷനാണ് ഒരു പാട്ടുടെ. അതുകൊണ്ട് ഞാനിപ്പം ബബുക്കയുടെ പാട്ടിൽ വൈൻഡപ്പ് ചെയ്യാന്ന് വിചാരിച്ച്, പക്ഷെ ഒരു പാട്ടും കൂടെ കേട്ടിട്ട് വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. എല്ലാവരും കേട്ടിട്ടുള്ളൊരു പാട്ട് മുസ്തഫ പാടുമ്പോൾ വേറൊരു രീതി. അതേത് പാട്ടാണ്? എന്നിട്ടും വന്നില്ലല്ലോ എന്റെ കണ്ണു തുടച്ചില്ലല്ലോ, എന്നിട്ടും വന്നില്ലല്ലോ നിന്നെയും കാത്തു നീറുമെന്റെ കേങ്ങൾ നീ കേട്ടില്ലല്ലോ, എന്നിട്ടും ദുനിയാവിലാശയ്ക്കു വിലയില്ലല്ലോ, ദുനിയാവിലാശയ്ക്കു വിലയില്ലല്ലോ, പ്രണയത്തിനായിരുന്നു വിലയില്ലല്ലോ, പണവും പദവിയും ഉണ്ടെങ്കിൽ ആരെയും പണയപ്പെടുത്താമല്ലോ, ആരെയും പണയപ്പെടുത്താമല്ലോ, എന്നിട്ടും വന്നില്ലല്ലോ. കാരണം വെറുതെ കേട്ടതുപോലെ കണ്ണ് പറയുന്നത് ശരിക്കും മനോഹരമായി സന്ധ്യയ്ക്ക്. ബാബുക്കൻ്റെ പാട്ട് പാടുമ്പോൾ സാറേ എന്തായാലും എനിക്കുള്ള അനുഭവം വെച്ച് പറയുമ്പോൾ എനിക്ക് എൻ്റെ ഈ ഇതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പിടിക്കും. ബാബുക്കൻ്റെ പാട്ട് പാടുമ്പോൾ അത് എങ്ങനെയാണ് ആ ട്യൂണ് അത് ചെയ്തു വെച്ചിട്ടുള്ളത്, അതിൻ്റെ ഓരോ റൂട്ടിലും ഭയങ്കര സുഖമാണ്. ഭയങ്കര സിമ്പിളാണ്, പക്ഷെ ഭയങ്കര ഹോണ്ട് നമ്മൾ വല്ലാതെ വേദനിപ്പിക്കുന്നു, വല്ലാതെ നമ്മൾ സന്തോഷിക്കുന്ന വേദനിക്കുന്ന ഒരു രാത്രി. ഇനിയും വീണ്ടും നമുക്കൊരു മേഫിൽ അല്ലേ, ഈ സിനിമ അല്ലാതെ ഒരു മേഫിൽ നമുക്ക് കൂടണം. ഇനിയും സിനിമയിൽ പാടണം, എൻ്റെ ആഗ്രഹം കൂടിയാണ്. സന്തോഷം.